ചേട്ടാ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മത്സര ചിത്രം കുറച്ചുകൂടി ഒന്ന് വ്യക്തമായി വരുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിലും ആര് എന്നുള്ള രീതിയിലേക്കൊക്കെയുള്ള ചോദ്യങ്ങളും ആ, കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് കഴിഞ്ഞ ദിവസം പി.ജെ. കുര്യൻ പറഞ്ഞു, ഇപ്രാവശ്യം രാഹുൽ മാങ്കൂട്ടത്തിലിന് മത്സരിക്കാനുള്ള ഇത് നൽകരുത് എന്നൊരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ ഇപ്പോൾ ഒരു ചടങ്ങിനിടയിൽ പി.ജെ. കുര്യൻ്റെ ചെവിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നതിൻ്റെ ഒരു വിഷ്വലൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പി.ജെ. കുര്യൻ്റെ പ്രസ്താവനയിലെ അതൃപ്തി രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചതാണ് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സുകുമാരൻ നായരെ കണ്ടതും ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട്. അതെ, പെരുന്നയിൽ വെച്ചിട്ട് സുകുമാരൻ നായരെ കണ്ടതും. അപ്പോൾ പാലക്കാട് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പെട്ടെന്ന് പത്തനംതിട്ടയിൽ ചെന്ന് സുകുമാരൻ നായരുടെ ആശീർവാദങ്ങൾ വാങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ എന്തെങ്കിലും ഒരു ഉദ്ദേശം കൊണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ രാഹുൽ ഒരുപക്ഷെ പത്തനംതിട്ടയിലേക്ക് ചേക്കേറാനുള്ള പ്ലാൻ ഉണ്ടോ? അപ്പം അങ്ങനെ പല ചോദ്യങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എന്താണ് ചേട്ടാ ഇതിൻ്റെ ഒരു പക്ഷേ ഇതിലെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം പ്രത്യാക്രമണം കോൺഗ്രസിനകത്ത് തലമുതിർന്ന നേതാവായ പി.ജെ. കുര്യൻ ഈ മാങ്കൂട്ടത്തിന് ഒരു വേദിയിൽ പത്തനംതിട്ട വെച്ച് പറഞ്ഞ നമുക്ക് മാസങ്ങൾക്ക് മുമ്പ് ഒരു സംഭവമുണ്ട്. അന്ന് ഈ കേസൊന്നും വെളിച്ചത്ത് വന്നിട്ടില്ല, മാങ്കൂട്ടം ലൈം ലൈറ്റിൽ നിൽക്കുമ്പോഴാണ് അതന്ന് അങ്ങനെ പറഞ്ഞതാണ്. അതുമല്ല, രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവിനെ സംബന്ധിച്ചും യുവാക്കൾക്കിടയിൽ പ്രിയങ്കരനാണ് എന്ന പോലെ തന്നെ മുതിർന്ന നേതാക്കളിൽ പലർക്കും മാങ്കൂട്ടത്തിനെ ഇഷ്ടമല്ല താനും. അത് നേരത്തെ ഉണ്ടായിരുന്നതാണ്, അത് ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിനെതിരെ ഈ ആക്രമണം നടന്നതിൻ്റെ പിന്നിൽ മുതിർന്ന നേതാക്കൾ ചിലർക്കൊക്കെ പങ്കുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ മാങ്കൂട്ടം അദ്ദേഹത്തെ തിരിച്ച് കണ്ടു വന്ന് സംസാരിച്ചു എന്ന് പറയുന്നത്. അദ്ദേഹം അങ്ങനെ തിരിച്ചു വന്ന് സംസാരിച്ചുകൊണ്ട് അത് നല്ല അർത്ഥമായിട്ട് നമുക്ക് എടുക്കാം. കാര്യം എവിടെയും പ്രായത്തിന് ഒരു ഇതുണ്ട്. പ്രായം, പ്രവർത്തനം, പാർട്ടി, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും ചെറുപ്പത്തിൻ്റെ ഇതുകൊണ്ട് എല്ലാവരും അങ്ങനെയൊക്കെ. കാലങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മാങ്കൂട്ടത്തിന് ചിലപ്പോൾ വേറെ ഏതെങ്കിലും യുവ നേതാവ് പറഞ്ഞുകൂടാന്നില്ല. നമ്മളെല്ലാവരും അങ്ങനെയാണ്. കാര്യം യുവാക്കളെ ഈ യങ് ബ്ലഡ് നിൽക്കുമ്പോൾ ചിലർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ് പെരുമാറാൻ കഴിയും, ചിലർ അങ്ങനെയല്ല. അതൊരു നല്ല സൂചനയാണ്. മാങ്കൂട്ടം അങ്ങനെ അദ്ദേഹത്തെ കണ്ടു സംസാരിച്ചു എന്ന് ഇരുവർക്കിടയിലെ മഞ്ഞുരുകാൻ കാരണമാകും. അത് നല്ലതാണ്. മറ്റാരുടെയും സഹായം തേടാതെ അദ്ദേഹം പോയി കണ്ടു എങ്കിൽ അത് മാങ്കൂട്ടത്തിൻ്റെ പ്ലസ് പോയിൻ്റാണ്. മറ്റൊന്ന് എനിക്ക് തോന്നുന്നത്, പാലക്കാട് ഇനിയിപ്പോൾ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കാനുള്ള സാധ്യതയില്ല. പാലക്കാട് അദ്ദേഹത്തിൻ്റെ ജില്ല പോലുമല്ല. പാലക്കാട് പോയി അദ്ദേഹം നേടിയ ആ വിജയം അദ്ദേഹത്തിന് നഷ്ടമായ രീതിയിലാണ് കാര്യങ്ങൾ ഇതുവരെ വന്നിരിക്കുന്നത്. അപ്പോൾ പാർട്ടിക്കകത്ത് ഇനി ഒരു വേള ഭരണം വേണമെന്നുള്ളത് കോൺഗ്രസിനേക്കാളും ഘടകകക്ഷികൾക്കൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് മാങ്കൂട്ടത്തിനെ ചിലപ്പോൾ അവിടെ നിർത്താൻ സാധ്യതയില്ല. പാലക്കാട് മാങ്കൂട്ടത്തിൻ്റെ പേരിനൊപ്പം അന്നുണ്ടായിരുന്ന പല പേരുകളുമുണ്ട്. പക്ഷേ ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത് ഷാഫിയെ MP സ്ഥാനത്ത് നിന്ന് മാറ്റി തിരികെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കണം എന്നൊരാഗ്രഹവും പാർട്ടിക്കകത്തുണ്ട്. ഷാഫിയെ ഒരു മന്ത്രിയായി ഏറ്റവും നല്ല ഇമേജിൽ, ഇപ്പോൾ ഇടതുപക്ഷത്തിൽ യുവാക്കളെ മന്ത്രിയാക്കിയതുപോലെ ഏറ്റവും നല്ലൊരു വകുപ്പിൽ ഷാഫിയെ മന്ത്രിയായി കേരളത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. ഷാഫിയെ ഡൽഹിയിലേക്ക് അയച്ചിരിക്കുന്നത് വടകരയിൽ നിന്ന്. അത് വടകര ഇനി ആരെ ഒരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്തണം. കാര്യം ഇപ്പോൾ MP മത്സരിക്കണം എന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ഈ സീറ്റ് കോൺഗ്രസിനെ സംബന്ധിച്ച് കിട്ടിയിരിക്കുന്ന സീറ്റ് വളരെ വലുതാണ് കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും നല്ല 19 സീറ്റാണ് UDFനുള്ളത്, ഒരെണ്ണേ ഉള്ളൂ ഈ രാധാകൃഷ്ണൻ LDF. അപ്പോൾ അതുകൊണ്ട് ഷാഫി തന്നെ ഒരാളെ അവിടെ നിർത്തി ജയിപ്പിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുമെങ്കിൽ ഷാഫിയെ പാലക്കാട് കൊണ്ടുവരും. ഇല്ലെങ്കിൽ അച്യുതൻ എന്ന് പറയുന്ന നേതാവിൻ്റെ മകൻ സുമേഷ് അച്യുതൻ തുടങ്ങിയിട്ട് ചില നേതാക്കൾ അന്നും കഴിഞ്ഞ ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും പാലക്കാട് ബൈ ഇലക്ഷൻ നടന്നപ്പോഴും കേട്ട പേരുകളിൽ ഒരു നല്ല പേരിനെ സെലക്ട് ചെയ്ത് പാലക്കാട് നിർത്തിയാണ്. ഫലത്തിൽ പാലക്കാട് മാങ്കൂട്ടം നിൽക്കാനുള്ള സാധ്യത ചിലപ്പോൾ പാർട്ടിക്കകത്ത് VD സതീശൻ വീണ്ടും സ്ട്രോങ് ആകുന്ന അവസരത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. മറിച്ച് അദ്ദേഹം മന്ദസ്മാരകത്തിലേക്ക് വരുമ്പോൾ VD സതീശൻ ഇഷ്ടമില്ലാത്ത, സുകുമാരൻ നായർക്ക് ഇഷ്ടമില്ലാത്ത, തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ താല്പര്യം. കാര്യം VD സതീശൻ ശരിക്കും നായന്മാർ നേതാവെന്ന രീതിയിൽ സുകുമാരൻ നായരെ കാണാൻ പോയിട്ടില്ല, ഈഴവാസിൻ്റെ നേതാവെന്ന രീതിയിൽ വെള്ളാപ്പള്ളിയെ കാണാൻ പോയിട്ടില്ല. ഈ രണ്ട് സാമുദായിക നേതാക്കൾക്കും ഇഷ്ടമല്ലാത്ത നേതാവാണ്. അവിടെയാണ് ഈ പറയുന്ന രീതിയിൽ മാങ്കൂട്ടം ചെന്നിരിക്കുന്നത്. അപ്പോൾ മാങ്കൂട്ടം ചെന്ന് കാണുമ്പോൾ നമുക്ക് രണ്ട് തരം വ്യാഖ്യാനങ്ങൾ അതിൽ കൊടുക്കാം. ഒന്ന്, മാങ്കൂട്ടം സ്വന്തം ജില്ലയിൽ പ്രവർത്തിക്കാൻ തയ്യാറായി പോവുകയാണ്. സ്വന്തം ജില്ലയിൽ കോൺഗ്രസ്സുകാരനായി പ്രവർത്തിക്കാൻ അദ്ദേഹം ചിലപ്പോൾ മത്സരിക്കണമെങ്കിൽ പാർട്ടി അനുമതി വേണം. പക്ഷെ മത്സരിച്ചാൽ മാങ്കൂട്ടത്തിന് പാലക്കാടേക്കാളും വലിയ പാടായിരിക്കും പത്തനംതിട്ട ജയിക്കാനായി. കാര്യം സ്വന്തം നാട്ടിലെ ഏറ്റവും കൂടുതൽ പണി അങ്ങനെയാണ്, സ്വന്തം നാട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ ചിലർക്ക് പണി വരുന്നത്. അപ്പോൾ അദ്ദേഹം താഴെക്കടയിൽ നിന്ന് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ചിലപ്പോൾ ഇറങ്ങാനുള്ള സാധ്യത ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയമുണ്ട്. പത്തനംതിട്ടയിൽ ഇപ്പോൾ ഒരു അനുകൂലം നിൽക്കുന്നത് ശ്രീനാദേവി കുഞ്ഞമ്മ
അടക്കം അങ്ങനെയുള്ള കുറച്ച് ആളുകൾ കൂടി ഈ കോൺഗ്രസിലേക്ക് വന്നിട്ടുണ്ട്. വന്നത് ശ്രീനദേവി കുഞ്ഞമ്മയുടെ ഒരു മാറ്റമൊക്കെ പത്തനംതിട്ട കുറച്ചും കൂടി സേഫ് സോൺ ആവുന്നുണ്ട് രാഹുലിന് ആ ഒരു വിഷയത്തിലൊക്കെ. അത് മാത്രമല്ല ഇപ്പോൾ ഐശ്വര്യ പറഞ്ഞ ഈ ശ്രീലാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന ആ CPI പഴയ CPI രാഹുലിനെ അനുകൂലിച്ച് പറഞ്ഞതാണ്. അനുകൂലിച്ചു എന്ന് പറയാൻ പറ്റില്ല ചേട്ടാ. അവര് കൃത്യമായിട്ടും അവരുടെ ഇതാണ് പറഞ്ഞത്. അവരെ വിളിച്ചിട്ട് ഒരു മാധ്യമപ്രവർത്തക ചോദിക്കുകയാണ് രാഹുലിന്റെ ഇര നിങ്ങളല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നു എനിക്ക് രാഹുലിൽ നിന്നും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, ഞാൻ ഇരയല്ലെന്നാണ് അവർ പറഞ്ഞത്. അല്ലാതെ രാഹുൽ ചെയ്തത് നല്ല കാര്യം അല്ലെങ്കിൽ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുലിനെ ന്യായീകരിക്കുക ഒന്നുമല്ല അവർ ചെയ്തത്. അവരോട് മോശമായിട്ടൊരു മാധ്യമപ്രവർത്തക വിളിച്ച് ചോദിച്ച കാര്യത്തിന് അവർ മറുപടി കൊടുക്കുകയാണ്. മാധ്യമപ്രവർത്തക അതിനകത്ത് ഇടപെട്ട് അതിനെ രാഹുലിന്റെ ശ്രീനാദേവിയെ കുറ്റം പറയാൻ പറ്റില്ല. അവര് അനുകൂലിക്കുക പ്രതികൂലിക്കുക അതിന് നിന്നു കൊടുത്തില്ല ശ്രീനാദേവി. അതിന്റെ പേരിലാണ് അവര് ക്രൂശിക്കപ്പെട്ടത്. അവര് പാർട്ടിക്കാരി അല്ല എന്ന് പോലും നേതൃത്വം പറയണ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പൊ ശരിക്കും ശ്രീനാദേവി കുഞ്ഞമ്മ അവിടെ ഇരയാവുകയായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരത്തെ ഈ പറയുന്ന ശ്രീലാദേവി കുഞ്ഞമ്മയെ പോലുള്ളവർക്ക് സ്ഥാനാർത്ഥിത്വം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പത്തനംതിട്ട. മാത്രമല്ല വരും ഭാവിയിൽ സ്വന്തം നാട്ടിൽ തന്നെ തൻ്റെ ഇമേജ്, താൻ എന്താണ് ശരിക്കും തനിക്ക് സംഭവിച്ചത് എന്ന് കേരളക്കരയെ സ്വന്തം നാട്ടിൽ നിന്നുകൊണ്ട് അറിയിക്കാനുള്ള ഉദ്യമവും കൂടെ ചിലപ്പോൾ രാഹുൽ എടുത്തേക്കാം. പക്ഷെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടും പാലക്കാടുകാർ ഒരിക്കലും രാഹുലിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞെന്ന് പറയാൻ പറ്റില്ല. ഓരോ ഇത് കഴിഞ്ഞിട്ട് ചെന്നപ്പോഴാണെങ്കിലും രാഹുലിന് പാലക്കാട് സ്വീകരിച്ചതുണ്ട്, അമ്മ മനസ്സുകൾ സ്വീകരിച്ച കുറേ കാഴ്ചകളുണ്ട്. അല്ല ഐശ്വര്യ, അതിനകത്തൊരു വിഷയം എന്ന് വെച്ചാൽ രാഹുൽ മാത്രമല്ല ഇൻഡിവിജ്വലി എടുക്കുന്ന തീരുമാനങ്ങളാകില്ല, പാർട്ടി എന്ന് പറയുന്ന ഒരു വലിയ ഘടകമാണ്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പോലും ഒരാളെ ചെയർമാൻ സ്ഥാനാർത്ഥി ആക്കണമെങ്കിൽ ആ പാർട്ടിയുടെ ജില്ലാ ഘടകം ഒരു നേതാവിനെ അവിടെ ചാർജ് കൊടുത്തിട്ടുണ്ടാകും. ആ നേതാവായിരിക്കും ഒരു യൂണിയൻ ചെയർമാൻ സ്ഥാനാർത്ഥിയായി ഒരാളെ പേര് നിശ്ചയിക്കുക. അതൊരു ഏറ്റവും താഴത്തെ കാര്യമാണ്. അതുപോലെ ഒരു സംസ്ഥാനത്ത് ഒരു ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കണമെന്നുണ്ടെങ്കിൽ ആ പാർട്ടി ഘടകം തീരുമാനിക്കണം. അതിന് ഒരുപാട് മറ്റ് ഫോർമുലകൾ വരണം. ഇപ്പോൾ CPM പിണറായി വിജയൻ അന്ത്യവാക്ക് എന്ന് പറയുന്നത് പോലെ അല്ല, എളുപ്പമല്ല കോൺഗ്രസിൽ ഇനി അങ്ങോട്ട്. കാര്യം ഇപ്പോൾ എറണാകുളത്ത് തന്നെ നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ കണ്ടു. നമ്മൾ വിചാരിച്ച് ദീപ്തി മേരി വർഗീസ് ആയിരിക്കും ഇവിടെ മേയറായിട്ട് വരാൻ പോകുന്നത്. അവിടെ തന്നെ വേറെ ഒരു പവർ പൊളിറ്റിക്സ് നടന്നതായിട്ടൊക്കെ മാത്യു കുഴൽനാടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പവർ പൊളിറ്റിക്സ് ഇപ്പോൾ ആരുടെ കയ്യിലെന്ന് ചോദിച്ചാൽ VD സതീശൻ്റെ കയ്യിലാണ്. കോൺഗ്രസിൽ ഇപ്പോഴും തന്നെ ഭരണം വന്നാൽ ചില ധാരണകൾ ആൾറെഡി ഉണ്ടായിട്ടുണ്ട്. കാര്യം ജയിക്കേണ്ടത് അവരുടെ ഒരു ആവശ്യമാണ്. ജയിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു തമ്മിലടി പാടില്ല. അല്ല, VD സതീശൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അമുഖ്യമന്ത്രി സ്ഥാനം കണ്ടിട്ടല്ല അദ്ദേഹം അങ്ങനെ ഒരു ത്യാഗിയാകാൻ താൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതെ, അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടില്ല, അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം വിജയിക്കണം, അത്രയും മാത്രമാണ്. അല്ല, ഇതുവരെ നമ്മൾ കാണാത്ത കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് VD സതീശന് കുറച്ച് ക്വാളിറ്റീസ് ഉള്ളതായിട്ട്, ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. പഠിച്ച് ചെയ്യുന്നത് മാത്രമല്ല അദ്ദേഹം ആനുകാലികമായി കുറെ, ഇപ്പം ഇത് ഈ പറയുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയം ഉണ്ടായപ്പോൾ പെട്ടെന്നൊരു തീരുമാനം അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നൊരു ചെറുപ്പക്കാരനാണ്. എന്നിട്ട് പോലും അദ്ദേഹം CPM കാണിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഈ നിമിഷം വരെ അദ്ദേഹം കൃത്യമായി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ നടക്കുന്നവർ കുറേ പേര് അദ്ദേഹത്തിനെ ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ നല്ല തീരുമാനങ്ങൾ സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ മാങ്കൂട്ടത്തിന് പത്തനംതിട്ടയിലേക്ക് പ്രവർത്തന മണ്ഡലം മാറ്റാനായി പറയുന്നത് കൊണ്ടാണോ എന്നറിയില്ല, അല്ലെങ്കിൽ അദ്ദേഹം സ്വയം തീരുമാനിച്ചതെന്നറിയില്ല. സസ്പെൻഷൻ തീർന്നാൽ ഇപ്പം ഐശ്വര്യ പറഞ്ഞ പോലെ പാലക്കാട് ചിലപ്പോൾ സീറ്റ് കൊടുക്കുമോ എന്നുള്ള കാര്യം സംശയമുണ്ട്. കാര്യം ജയിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. പ്രത്യേകിച്ച് BJP അവിടെ സ്ട്രോങ് ആണ്. അതെ അതെ. കാര്യം ഒരു വേള ഇദ്ദേഹം സ്ഥാനാർത്ഥിയായാൽ അവിടെ BJP അതിഭീകരമായി വ്യക്തിഹത്യ. പാലക്കാട് മിക്കവാറും ഷാഫി പറമ്പലിന് ഒരുപാട് സാധ്യതയുണ്ട്. രാഹുൽ ആയാൽ തന്നെ ഷാഫിയെയും വ്യക്തിഹത്യ BJPയും CPMും നടത്തും. അപ്പോൾ വ്യക്തിഹത്യ CPMന്റെ മുഖമുദ്രയാണ്. CPM എന്ന് പറയുന്ന പാർട്ടി ചെറുപ്പക്കാരായിട്ട് സ്ഥാനാർത്ഥികൾ ആരുണ്ടോ അവരെല്ലാം വ്യക്തിഹത്യ നടത്തും. അത് പ്രത്യേകിച്ച് സ്ത്രീ വിഷയ കഥകൾ ചേർത്ത് പറയുന്നതിൽ അവർക്ക് ഭയങ്കര കഴിവാണ്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ള തന്നെ സോണിയാഗാന്ധിയുടെ ഒരു പടം വന്നപ്പോൾ അതിന് വേറെ പല മാനങ്ങളും വെച്ച് മുഖ്യമന്ത്രി ഇന്നലെ അവരുടെ ഒരു പാർട്ടി നേതാക്കൾ 3 പേര് ജയിലിൽ കിടക്കും, 2 പേര് ജയിലിൽ കിടക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ സോണിയാഗാന്ധിയുടെ ചിത്രമാണ് അദ്ദേഹം ഇന്നലെ സംസാരിച്ചത്. ഏതായാലും ഈ പറയുന്ന രീതിയിൽ VD സതീശന് താല്പര്യമില്ലാത്ത സുകുമാരൻ നായരെ മാങ്കൂട്ടം കാണുമ്പോൾ ചിലപ്പോൾ കോൺഗ്രസ് ഒരു ദൂതനായി ഇദ്ദേഹത്തിനെ വിട്ടതാണെങ്കിൽ നമുക്ക് പറയാൻ നോക്കില്ല. ഇപ്പം ഡീൻ കുര്യാക്കോസ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ നിരവധി നേതാക്കൾ സുകുമാരൻ നായരെ കാണാൻ ചെന്നിരുന്നു. സുകുമാരൻ നായർ എന്ന് പറയുന്നത് നായർ കമ്മ്യൂണിറ്റി ശരിക്കും കോൺഗ്രസ് അനുകൂലികളായിട്ടുള്ള ആൾക്കാരാണ്. അവിടെ സുകുമാരൻ നായരെ മനസ്സിളക്കാനാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സളന്നില്ലെങ്കിലും നായർ കമ്മ്യൂണിറ്റിയെ ഇംപ്രസ് ചെയ്യാനാണോ എന്നും നമുക്ക് ആലോചിക്കേണ്ടി വരും. കാര്യം ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ CPM വെള്ളാപ്പള്ളിയെ കയറി പിടിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളിയെ മൊത്തത്തിൽ കോർണർ ചെയ്യപ്പെട്ടപ്പോൾ ഇപ്പോൾ കുറച്ച് പിന്നെ നായേഴ്സിനെ കിട്ടാൻ വേണ്ടി സുകുമാരൻ നായരെ കൊണ്ട് പറയിക്കുന്നതാണോ എന്ന് സംശയമുണ്ട്. സുകുമാരൻ നായർ ഈ സ്വർണ്ണക്കൊള്ളയിലൊക്കെ സർക്കാരിനെ അനുകൂലിക്കുന്ന രീതിയിൽ പറയുന്നുണ്ട്. അവിടെ അണികൾ സുകുമാരൻ നായർ അല്ല എന്നുണ്ടെങ്കിൽ NSSലെ ജാതി
വോട്ടുകൾ NSS വോട്ട് തങ്ങൾക്ക് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഇടങ്ങളിൽ കിട്ടേണ്ടത് കോൺഗ്രസിൻ്റെ ആവശ്യമാണ്. അതിനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായി കൂടെ ആണോ എന്ന് നമുക്കിതിനെ ചിന്തിക്കേണ്ടി വരും.